എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? കണക്ക് പാർക്കുട്ടി. മാത്സ് എനിക്ക് അത്ര വശമില്ല. വശമില്ലാഞ്ഞിട്ടല്ല, പാർക്കുട്ടിക്ക് മാത്സ് ഇഷ്ടമല്ല, അതല്ലേ സത്യം. ഞാൻ ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? ആ മാജിക് സ്റ്റിക്ക് വെച്ച് 2 കറക്ക് കറങ്ങി കഴിഞ്ഞാലേ കണക്ക് ശരിയാവത്തില്ലേ? അതൊക്കെ ശരിയാ, പക്ഷെ മാജിക് സ്റ്റിക്ക് ഉപയോഗിച്ച് കണക്ക് ചെയ്യാൻ പാടില്ലെന്നാ ഞങ്ങളുടെ മൂത്തോൻ പറഞ്ഞിരിക്കുന്നത്. മൂത്തവനോ? ആ, ഇപ്പൊ മൂത്തവനൊക്കെ ഉള്ളതാണല്ലേ. പിന്നെ ഏഞ്ചൽ ആവാൻ ഏത് കോഴ്സാ പഠിക്കേണ്ടത്? അയ്യോ, ഇതിന് കോഴ്സ് ഒന്നും ഇല്ല. പിന്നെ PSC എഴുതി കയറിയതാണോ? പാർക്കുട്ടി, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ജനിക്കുമ്പോഴേ ഏഞ്ചലായിട്ടാ ജനിക്കുന്നത്. ഓ, ഏഞ്ചലിന്റെ ഒക്കെ ഒരു ഭാഗ്യം. കണക്ക് എഴുതണ്ടല്ലോ. പാർക്കുട്ടി ഇരുന്ന് കണക്ക്. മഹാത്ഭുതം. പഠിക്കണ അത് കണക്ക്. അമ്മായ കനകന്റെ ഓടി വരൂ. എന്താടാ? അത്ഭുതം തന്നെ, ചെറിയ അതിശയം. എല്ലാവരുടെയും കുറ്റം ഞാൻ പഠിക്കുന്നില്ലെന്നല്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചൊന്ന് പഠിച്ചേക്കാം. എന്നാലും നമ്മൾ ആരും പറയാതെ പാറു ഇരുന്ന് പഠിക്കാന്നൊക്കെ പറഞ്ഞ ഈ ശുഷ്കാന്തിയൊക്കെ എത്ര ദിവസം കാണുമോ എന്തോ. ദിവസവും എത്ര മിനിറ്റിൽ തന്നെ കാണുമെന്ന് ചോദിച്ചു. ഇപ്പൊ തീരും. എല്ലാരും ഒന്ന് മിണ്ടായിരിക്കാവോ? എല്ലാരും ഒന്ന് പോകുന്നുണ്ട്, ഞാൻ പഠിക്കുമല്ലേ. പാറു എതുനാലും നല്ല കുഴந்தை ആഹാരത്തേക്ക് മുടിവെടുത്തിട്ടാ. എല്ലാരും മിണ്ടായിരിക്കാനല്ലേ പറഞ്ഞേ? ആന്റി ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? എല്ലാരും ഒന്ന് പോയേ, ഞാൻ പഠിക്കുവാ. ദേഷ്യത്തിന് കൂടിപ്പോയല്ലേ? ഭയങ്കരമായിട്ട്. ചേച്ചിയോടല്ല, ദേഷ്യം കൂടിപ്പോയി പാറു. അമ്മായോടല്ല. അപ്പൊ എന്നോടായിരിക്കും. അല്ല. அப்படின்னு എങ്കിട്ടിയാ? അല്ല ആന്റി. എല്ലാരും ഒന്ന് പോയേ, ഞാൻ പഠിക്കുവല്ലേ. അയ്യോ, പഠിച്ചോ. വല്ലപ്പോഴൊക്കെ നടക്കുന്ന കാര്യങ്ങളാ, നമുക്ക് ശല്യപ്പെടുത്തണ്ട. പോവാ. ആടാ കേശു. பாரு, உனக்கு குடிக்கிறதுக்கு ஏதாவது தேவை இருந்ததுன்னா சொல்லு, கொண்டு தரேன். പറയാം. ബാ, നമുക്ക് പഠിക്കാം.